ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്നത് നമ്മളൊരു ദിവസത്തെ യാത്ര പോകുമ്പോൾ കുട്ടികളുമായി പോകുമ്പോൾ നമ്മുടെ ബാഗിൽ അത്യാവശ്യം കരുതേണ്ട കുറച്ച് സാധനങ്ങൾ, പ്രത്യേകിച്ച് ചെറിയ കുട്ടികളുടെ. അപ്പോൾ എൻ്റെ മക്കൾ ഒരാൾക്ക് 4 വയസ്സും പിന്നെ മോനുണ്ട്, മോന് 5 മാസമേ ആയിട്ടുള്ളൂ. അപ്പോൾ അത്രയും പ്രായത്തിലുള്ള കുട്ടികളുടെ സാധനങ്ങളാണ് ഞാൻ കാണിക്കുന്നത്. കുറേ പേർക്കൊക്കെ അറിയുന്നതായിരിക്കും, എന്നാലും അറിയാത്തവരുണ്ടാവുമല്ലോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഷെയർ ചെയ്യുന്നത്. പിന്നെ ഒരു ദിവസത്തെ യാത്ര പോകുമ്പോൾ കൊണ്ടുപോകേണ്ട സാധനങ്ങൾ മാത്രമാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. പിന്നെ വരിക്കാശ്ശേരി മനയിലേക്കാണ് ഞങ്ങൾ പോയത്. അപ്പോൾ അവിടുത്തെ കുറച്ച് ഭാഗങ്ങളും കൂടി നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇഷ്ടമുള്ളവരാണെങ്കിൽ അതും കൂടി നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ വെക്കുന്നത് ഈ ടർക്കികളാണ്. അപ്പോൾ ഞാൻ സാധാരണ പോകുമ്പോൾ എവിടേക്ക് പോയാലും എൻ്റെ ബാഗിൽ സ്ഥിരമായിട്ട് ഇതേപോലെ ഒരു ടർക്കി ഉണ്ടായിരിക്കും. പിന്നെ മോളുടെ ഒരു ജോഡി ഡ്രസ്സ് ഉണ്ടായിരിക്കും. അതെന്താ വെച്ചാൽ എൻ്റെ മോൾക്ക് വണ്ടിയിൽ കയറി കഴിഞ്ഞ് ഛർദ്ദിക്കുന്ന സ്വഭാവമുണ്ട്. പല കുട്ടികൾക്കുണ്ട്, വണ്ടിയിൽ കയറി കുറച്ച് ദൂരം യാത്ര ചെയ്യാനുണ്ടെങ്കിൽ അവർക്ക് ഛർദ്ദിക്കുന്ന സ്വഭാവമുണ്ട്. അപ്പോൾ എൻ്റെ ബാഗിൽ എപ്പോഴും ഒരു ടർക്കിയും അവളുടെ ഒരു ജോഡി ഡ്രസ്സും പിന്നെ വെള്ളവും അത് മസ്റ്റായിട്ട് എൻ്റെ ബാഗിലുണ്ടായിരിക്കും. അപ്പോൾ ഇത് ഇത്തിരി ദൂരം കൂടുതലുള്ള കാരണം ഒരു 3-4 ടർക്കി എടുത്തിട്ടുണ്ട്. മോനുണ്ട് മോളുണ്ട്. അപ്പോൾ 2 പേർക്കും കൂടി ഒരു ടർക്കിയുമ്പോഴൊന്നും ചിലപ്പോൾ നിൽക്കില്ല, തുടയ്ക്കാനൊക്കെ നമുക്ക് ആവശ്യം വരും. പിന്നെ മോളുടെ ഡ്രസ്സ് ഒരു 2 ജോഡി ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ മോൻ്റെയും 2-3 ജോഡി ഡ്രസ്സും പിന്നെ ഒരു തൊപ്പിയും 2 ജോഡി സോക്സും എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തൊപ്പിയും ഒരു ജോഡി സോക്സും മോൻ്റെ എപ്പോഴും എൻ്റെ ബാഗിൽ ഉണ്ടായിരിക്കും. നമ്മൾ എവിടേക്കെങ്കിലും പുറത്തേക്ക് പോകുമ്പോൾ എപ്പോഴാണ് ആവശ്യം വരാൻ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ എപ്പോഴും അതെൻ്റെ ബാഗിലുണ്ടായിരിക്കും. അപ്പോൾ ഇത് ഞാൻ എക്സ്ട്രാ വേറെ എടുത്തേക്കുന്നതാണ്. പിന്നെ ഞാൻ 2-3 കർച്ചീഫ് എടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് പാമ്പേഴ്സാണ്. മോന് ആവശ്യത്തിന് വേണ്ടിയിട്ട് പാമ്പേഴ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഡ്രസ്സ് ഐറ്റംസ് ഒക്കെ ഇത്രയേ ഉള്ളൂ. പിന്നെ നമ്മുടെയും കൂടി ഒരു ജോഡി ഡ്രസ്സ് കയ്യെ പിടിക്കുകയാണെങ്കിൽ നല്ലതാണ്. മക്കളെങ്ങാനും വൊമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മേത്തായിരിക്കും എപ്പോഴും ആവുക. അപ്പോൾ മാറാനുള്ള സൗകര്യമൊക്കെ കിട്ടാൻ മാറാനായിട്ട് ഒരു ഡ്രസ്സ് നമ്മുടെയും കൂടി കയ്യിൽ പിടിക്കുന്നത് നല്ലതാണ്. പിന്നെ മെഡിസിൻസ്, നമ്മൾ അത്യാവശ്യം മെഡിസിൻസ് കരുതണം. കുട്ടികളുടെ കാര്യമാണ്, അവർക്ക് എന്താണ് എപ്പോഴാണ് വരാമെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അത്യാവശ്യം മെഡിസിൻസ് നമ്മൾ കരുതണം. അപ്പോൾ ഞാൻ ഹോമിയോ മെഡിസിനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അടുത്തതായിട്ട് ഞാൻ കാണിക്കുന്നത് ഈ ഹാൻഡ് ബാഗ് ഓർഗനൈസറാണ്. ഇതിൻ്റെ റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ട്, കാണാത്തവരൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുക്കാം. വളരെ ഹെൽപ്ഫുള്ളാണ് നമുക്കിത്, പ്രത്യേകിച്ച് കുട്ടികളായിട്ട് പുറത്ത് പോകുമ്പോൾ. നമ്മൾ ചിലപ്പോൾ ഒറ്റക്കൈകൊണ്ടൊക്കെ ആയിരിക്കും ബാഗിൻ്റെ ഉള്ളിൽ നിന്ന് സാധനങ്ങളൊക്കെ എടുക്കാനായിട്ട് നോക്കുക. കുട്ടികളുള്ളവരാണെങ്കിൽ അറിയാം. ഞാൻ ആദ്യമായിട്ടാണ് ഇതേപോലെ ഒരു ഓർഗനൈസർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതില്ലാത്തതിൻ്റെയും ഇത് ഉപയോഗിക്കുന്നതിൻ്റെയും ഡിഫറൻസ് എനിക്ക് നല്ലോണം മനസ്സിലായത് ഇപ്പോഴാണ്. കാരണം ഇത് നല്ല ഹെൽപ്ഫുള്ളാണ്, പ്രത്യേകിച്ച് കുട്ടികളുമായിട്ട് നമ്മൾ പുറത്ത് പോകുകയാണെങ്കിൽ. ഒന്നാമത്തെ കാരണം നമുക്ക് ഒരു ഐഡിയ ഉണ്ടായിരിക്കും സാധനങ്ങളൊക്കെ എവിടെ ഇരിക്കണേന്ന് നമ്മൾ വെച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ എടുക്കാനും വെക്കാനും ഒക്കെ വളരെ എളുപ്പമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ, നല്ല യൂസ്ഫുള്ളാണ്. അപ്പോൾ ഇതിലെന്തൊക്കെയുള്ളതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം ഇതേപോലത്തെ ഒരു ബോക്സിൽ ഞാൻ കുറച്ച് ടിക് ടാക് സ്ലൈഡുകളും പിന്നെ ഇറ്റ്ലി സ്ലൈഡ്, സേഫ്റ്റി പിൻ അങ്ങനെ കുറച്ച് വെച്ചിട്ടുണ്ട്. മോളുടെ സ്ലൈഡുകൾ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് വെറ്റ് വൈപ്സ് ഉണ്ട്, എന്തെങ്കിലും ആവശ്യമൊക്കെ വരാണെങ്കിൽ തുടയ്ക്കാനൊക്കെ. പിന്നെ സാധാരണ നമ്മുടെ ടിഷ്യൂ പേപ്പറാണ്. പിന്നെ ഒരു പെന്നുണ്ട്. പിന്നെ ഇതിൽ ഈ വലിയൊരു കള്ളിയിലുള്ളത് ഒരു തൊപ്പിയാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതെൻ്റെ ബാഗിൽ എപ്പോഴും ഉണ്ടാവുന്നതാണ്. ഒരു ജോഡി സോക്സും ഒരു തൊപ്പിയും എപ്പോഴും എൻ്റെ ബാഗിലുണ്ടായിരിക്കും. പിന്നെ എൻ്റെ പേഴ്സ്, പിന്നെ ഈ പൗച്ച്, ഇത് യാത്ര പോകുമ്പോൾ കൊണ്ടുപോകാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യുന്നതാണ്. നമ്മൾ എവിടേക്കെങ്കിലും പോകുമ്പോൾ അത്യാവശ്യം ഒരു ചീർപ്പ്, ഒരു പാക്കറ്റ് പൊട്ട്, പിന്നെ എന്തെങ്കിലും സ്ലൈഡൊക്കെ കയ്യിൽ വെക്കുമല്ലോ. അപ്പോൾ അത് ഈ പേഴ്സിൻ്റെ ഉള്ളിലാക്കി വെച്ചേക്കാണ്. അപ്പോൾ നമ്മൾ എവിടേക്കെങ്കിലും പോവുകയാണെങ്കിൽ ഇത് നേരെ എടുത്ത് ബാഗിൽ വെക്കും. ഏത് ബാഗാണോ കൊണ്ടുപോകണമെന്ന് വെച്ചാൽ അതിൽ വെക്കും. അപ്പോൾ അതിന് വേണ്ടി സമയം കളയണ്ടല്ലോ. അപ്പോൾ ഇതിൽ ചീർപ്പുണ്ട്, ഒരു പാക്കറ്റ് പൊട്ട്, പിന്നെ സേഫ്റ്റി പിന്നുണ്ട്, കൺമഷി ഉണ്ട്, അത്രയേ ഉള്ളൂ. പിന്നെ ഒരു അത്തറുണ്ട്, ഇത്രയേ ഉള്ളൂ. ഈ സാധനങ്ങൾ എപ്പോഴും ഈ പേഴ്സിലാക്കി വെക്കുന്നതാണ്. അപ്പോൾ എളുപ്പമാണല്ലോ ഒന്നും കൂടി. പിന്നെ ഈ പേഴ്സ് പൈസയൊക്കെ വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഒരു ബേബി ക്രീം ഉണ്ട്, ഒരു ലിപ് ബാം ഉണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഈ ഹാൻഡ് ബാഗ് ഓർഗനൈസറിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞാൻ തലേദിവസം റെഡിയാക്കി വെച്ചിരിക്കുന്നത്. ഇനി ഈ സാധനങ്ങളൊക്കെ ഒരു ബാഗിൽ, നമ്മൾ കൊണ്ടുപോകുന്ന ബാഗ് ഏതാണോ അതിലാക്കി വെക്കാൻ പോവാണ്. അപ്പോൾ ദാ ഈ ബാഗിൽ എല്ലാതും ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഫ്രണ്ടിലത്തെ കള്ളിയിൽ പൗച്ചുകളുണ്ടല്ലോ, അത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നേരത്തെ ഞാൻ ബാഗിൽ വെച്ച പൗച്ചിനെ ഇതിലേക്ക് എടുത്ത് വെച്ചേക്കാണ്. അപ്പോൾ നമ്മൾ ഹാൻഡ് ബാഗ് എപ്പോഴും നമ്മൾ തോളിലിട്ട് കൊണ്ട് നടക്കുമല്ലോ. അപ്പോൾ വേറൊരു ബാഗും കൂടി കരുതണം. കാരണം നമുക്കതിൽ നിന്ന് എപ്പോഴും ആവശ്യമില്ലാത്ത സാധനങ്ങളുണ്ടെങ്കിൽ ഈ വേറൊരു ബാഗ് ഉണ്ടെങ്കിൽ അതിലേക്ക് മാറ്റാം നമുക്ക്. നമ്മളെപ്പോഴും ഇത്ര വെയിറ്റ് കൊണ്ട് നടക്കണ്ടല്ലോ. വേറെ ബാഗ് കയ്യെ പിടിക്കുന്നുണ്ടെങ്കിൽ അതിലേക്ക് നമുക്ക് എപ്പോഴും ആവശ്യമില്ലാത്ത സാധനം വേണമെങ്കിൽ അതിലേക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ ഞാൻ ആ പൗച്ചും വേറെ സാധനങ്ങളും ഇതിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയത് കവറുകളാണ്. ഒരു 2-3 കവർ കയ്യെ പിടിക്കുന്നത് നല്ലതാണ്. മുഷിഞ്ഞ ഡ്രസ്സുകളൊക്കെ ഉണ്ടെങ്കിൽ വെക്കാനായിട്ട് നല്ലതാണ്. പിന്നെ വണ്ടിയിൽ വേറെ
50 പീസിൻ്റെ ചെറിയ ചെറിയ കവറുകളുണ്ടല്ലോ അതും കൂടി വെച്ചിട്ടുണ്ട്. കാരണം വൊമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടെങ്കിൽ അങ്ങനത്തെ കവർ പെട്ടെന്ന് ഛർദ്ദിക്കാൻ വരുമ്പോൾ അങ്ങനത്തെ കവറുകളുണ്ടെങ്കിൽ നല്ലതാണ്. അപ്പോൾ അത് വണ്ടിയിൽ അത് എപ്പോഴും ഉണ്ടായിരിക്കും. പിന്നെ ഈ കുടയും കൂടി ഞാൻ വെച്ചിട്ടുണ്ട്. മഴയിലും വെയിലായാലും നമുക്കൊരു കുട എന്തായാലും അത്യാവശ്യമാണല്ലോ. അപ്പോൾ ഞാനൊരു കുടയും കൂടിയും എൻ്റെ ബാഗിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ തലേ ദിവസം ഇത്രയും സാധനങ്ങളാണ് ആക്കി വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് പിറ്റേ ദിവസം ആക്കാനുള്ള സാധനങ്ങൾ നമ്മൾ എഴുതി വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും, പോകുന്ന നേരത്ത് മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനൊന്ന് എഴുതി വെക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ വേണ്ടത് വെള്ളമാണ്. വെള്ളം പുറത്തുനിന്ന് വാങ്ങണവരാണെങ്കിൽ അങ്ങനെ വാങ്ങാം. പക്ഷെ ഞാൻ ഇവിടുന്ന് വീട്ടിൽ നിന്ന് തന്നെ ഒരു ദിവസത്തെ യാത്രയൊക്കെ പോകുമ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ തിളപ്പിച്ചാറ്റിയ വെള്ളം കൊണ്ടുപോവുകയാണ് നല്ലത്. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. അപ്പോൾ വെള്ളം ഞാൻ എന്തായാലും കൈ പിടിക്കാറുണ്ട്. അപ്പോൾ കുട്ടികൾ കുടിക്കാനായിട്ട് തിളപ്പിച്ചാറ്റിയ വെള്ളം, പിന്നെ സാധാരണ ഒരു ബോട്ടിൽ വെള്ളവും കൈ പിടിക്കാറുണ്ട്. അത്യാവശ്യം കൈ മുഖമൊക്കെ കഴുകാനും എന്തെങ്കിലുമൊക്കെ ആവശ്യം വന്നാൽ കഴുകാനൊക്കെ സാധാരണ വെള്ളവും പിന്നെ അവർക്ക് കുടിക്കാനൊക്കെ ആയിട്ട് തിളപ്പിച്ചാറിയ വെള്ളവും ഞാൻ കൈ പിടിക്കാറുണ്ട്. പിന്നെ ചാർജർ, പവർ ബാങ്ക്, പിന്നെ എന്തെങ്കിലും സ്നാക്സ്, അത് പോണ വഴിക്ക് വാങ്ങാമെന്ന് വെച്ചേക്കാണ്. എന്തെങ്കിലും സ്നാക്സ് കുട്ടികൾക്ക് വേണ്ടിയിട്ട്. പിന്നെ മോന് കുറുക്ക് കൊടുത്തു തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ അവനെ കുറുക്കുണ്ടാക്കിയിട്ട് കുറുക്ക് ഫീഡ് ചെയ്യാനുള്ള ബോട്ടിലുണ്ടല്ലോ അതിലാക്കി വെക്കാമെന്ന് വിചാരിക്കുകയാണ് പോകുമ്പോൾ കൊടുക്കാനായിട്ട്. അപ്പോൾ തലേ ദിവസം ഈ സാധനങ്ങളൊക്കെ നമ്മൾ മറക്കാതെ എഴുതി വെക്കുക. അപ്പോൾ പിറ്റേ ദിവസം നമുക്ക് പോകുമ്പോൾ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാനായിട്ട് നല്ല എളുപ്പമുണ്ടായിരിക്കും. അപ്പോൾ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു. എന്നിട്ട് കാലത്ത് ഞങ്ങൾ യാത്ര തിരിച്ചു. വരിക്കാശ്ശേരി മനയിലേക്കാണ് യാത്ര. കാലത്ത് ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പോയത്. ഫുഡ് കഴിച്ച് കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയുള്ളൂ. കാരണം മോൾക്ക് ഛർദി ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഭക്ഷണം കഴിച്ചാൽ അപ്പം തന്നെ യാത്ര ചെയ്യുമ്പോഴാണ് അവൾക്ക് കൂടുതലും അതിനുള്ള ടെൻഡൻസി ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് ഭക്ഷണം കഴിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങിയുള്ളൂ. പിന്നെ ഞങ്ങളവിടെ എത്തിയപ്പോൾ ഉച്ചയാവാറായി. അവിടെ എത്തണേക്കാളും ഒരു 10 മിനിറ്റ് മുമ്പാണ് ഞങ്ങൾ ഭക്ഷണം കഴിച്ചത്. ഭക്ഷണം കഴിച്ച് ഒരു 10 മിനിറ്റ് യാത്ര ചെയ്തപ്പോഴേക്കും അവിടെ എത്തി. അത് കാരണം വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഇതാണ് എൻട്രൻസ്. അപ്പോൾ ഇവിടെ കിടക്കണോടത്ത് ഗേറ്റിൻ്റെ അവിടെ ടിക്കറ്റ് എടുക്കാനുള്ള ഒരു കൗണ്ടർ ഉണ്ട് കേട്ടോ. ഒരാൾക്ക് 20 രൂപയാണ് പാസ്. ഇതാണ് ടിക്കറ്റ് അവിടേക്ക് ഉള്ളത്. അപ്പോൾ ഇതിൽ സമയം അരമണിക്കൂർ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ അവിടെ പോയിട്ട് കുറേ നേരം ഇരുന്നു കേട്ടോ, കുഴപ്പമൊന്നും ഉണ്ടായില്ല. പിന്നെ അമ്പലത്തിലേക്ക് കിടക്കാനുള്ളതൊക്കെ ഗേറ്റൊക്കെ അടച്ചിട്ടേക്കായിരുന്നു. അതേപോലെ കുളത്തിലിറങ്ങാനുള്ള ഗേറ്റൊക്കെ അടച്ചിട്ടേക്കായിരുന്നു. ആ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് കേട്ടോ മന. പിന്നെ നമ്മൾ നേരെ മുന്നിൽ കാണുന്നത് ഔട്ട് ഹൗസാണ്. അതും നമ്മൾ കുറേ സിനിമയിൽ കണ്ടിട്ടുള്ളത് തന്നെയാണ്. അപ്പം നമ്മൾ സിനിമയിലൊക്കെ കാണുന്നത് പോലെ മുന്നിൽ കൂടെയല്ല വഴി, ബാക്കിൽ കൂടെയാണ്. അപ്പം ഞാൻ ആദ്യം മുന്നിൽ കൂടെയാണെന്നൊക്കെ വിചാരിച്ചിരുന്നത് കേട്ടോ. പിന്നെ പാർക്ക് ചെയ്യാനൊക്കെ അവിടെ സൗകര്യങ്ങളുണ്ട്. വണ്ടിയൊന്നും അകത്തേക്ക് കടത്തി വിടില്ല. മനയുടെ സൈഡിൽ നിന്നുള്ള വ്യൂ ആണിത്. ഇതാണ് മനയുടെ മുന്നിൽ നിന്നുള്ള വ്യൂ. അപ്പോൾ ആ മുന്നിൽ വഴിയൊന്നുമില്ല, ഒരു പറമ്പ് പോലെയാണ്. പിന്നെ ആ റൈറ്റ് സൈഡിൽ കാണുന്നൊരു വീട് പോലെ ഉണ്ടല്ലോ, അവിടെ ആൾതാമസം ഉണ്ട് കേട്ടോ. അവിടേക്ക് നമുക്ക് പ്രവേശനമില്ല. ഇതിന് മുന്നിലുള്ള വാതിലുണ്ടല്ലോ മെയിനായിട്ടുള്ളത്, അത് തുറന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ സൈഡിൽ കൂടിയുള്ള ഒരു ചെറിയ ഡോറുണ്ട്, അതിൽ കൂടിയാണ് ഉള്ളിലേക്ക് കടന്നത്. അപ്പോൾ എല്ലാ ദിവസവും തുറക്കുമെന്ന് അറിയില്ല, ഞങ്ങൾ പോയെന്നാൽ തുറന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഉള്ളിലേക്ക് കിടക്കുകയാണ് ഞങ്ങൾ. അപ്പോൾ അതേ ഇവിടെ കുറേ സെറ്റ് മുണ്ടുകൾ, സെറ്റ് സാരികൾ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. അവിടെ വിൽക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു. അപ്പം ഞാൻ കണ്ടപ്പോൾ വെറുതെ വീഡിയോ എടുത്തു എന്നുള്ളൂ കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. പിന്നെ ചെറിയ ചെറിയ മുറികളുടെ എല്ലാ വാതിലൊന്നും തുറന്നിട്ടുണ്ടായിരുന്നില്ല. ഇത് മുകളിലേക്ക് കയറാനുള്ള പടികളാണ്.
അപ്പോൾ ഇതാണ് വരിക്കാശ്ശേരി മലയിലെ ചില കാഴ്ചകൾ. എല്ലാതൊന്നും ഇതിൽ കവർ ചെയ്തിട്ടില്ല, കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഞാൻ കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതേപോലെയുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ നല്ല സ്ഥലമാണ് കേട്ടോ. നമുക്ക് റിലാക്സ് ചെയ്യാനൊക്കെ പറ്റിയ നല്ലൊരു സ്ഥലമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ എന്നും പറയാറുള്ള പോലെ തന്നെ വീഡിയോ ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ ആദ്യമായിട്ട് കാണുന്ന എല്ലാ കൂട്ടുകാരും എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ ബായ്.